ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. ഒരു സോഷ്യൽ മീഡിയ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. മുടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മുടി ഞാനും ഒരേ കണക്കാണ്. പറഞ്ഞാൽ കേൾക്കൂല, പിടിച്ചു വെക്കുന്ന സ്ഥലത്തിരിക്കൂല. മുടി അങ്ങനെയാണ്, അങ്ങനെ ആയിപ്പോയി. അപ്പോ പറഞ്ഞു വന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നല്ലോ. ഒരു പുണ്ടച്ചിമോൻ കാരണം, അവനും അവന്റെ തന്തയുടെ തൊലിഞ്ഞ സ്ക്രിപ്റ്റും കാരണം കുറച്ച് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നു. ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻ, അങ്ങനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ തമ്മിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രീ പാലസ്തീൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ എന്തോ കാര്യമായിട്ട് ഒന്ന് സംസാരിക്കാതിരിക്കുകയാണെന്നോ. അതെ, കാര്യമായിട്ട് തന്നെയാണ് സംസാരിക്കാതിരിക്കുന്നത്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം എന്റെ അനിമെ റിവ്യൂ കാര്യങ്ങളോ ഒന്നോ കാണാനായിട്ടല്ല നിങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഞാൻ ഇതേപോലെ വന്നിട്ട് എന്തെങ്കിലും കൊണോണ അടിക്കുമ്പോൾ ആ കൊണ കേൾക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് നല്ല പോലെ അറിയാം. അപ്പോ സംസാരിക്കാൻ വരുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻസ്. ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ വരുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേ പേരിൽ ഒരു പേജ് ഉണ്ട്, ഷാനു സ്റ്റോക്സ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ. അതും പോയി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഒരു കൊച്ചു ഗിവ് അവേ ഒക്കെ വരുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. സോ ഫേക്ക് ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻസ് ഹാഷ്ടാഗ്സ് വീഡിയോസ്. നേരത്തെ ഒരു പുണ്ടജിവന്റെ കേസ് വന്നിരുന്നല്ലോ, നിഷാൻ കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി വന്ന് ഒരു വർഗീയ ലഹളയുടെ ഒരു പകുതി വരെയൊക്കെ അങ്ങ് പോയ ഒരു സാധനമാണ്. അവന്റെ ഒരു നിങ്ങൾക്കില്ലടാ 2 മക്കള് ഈ സാധനവും വാപ്പ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണ്ട. പിന്നെ പോത്തിന്റെ കുറച്ച് എൻട്രി, കുറച്ച് മാസ് കാര്യങ്ങൾ. ആരാണ് ഈ ചെക്കനെ തല്ലിയത്, ആരാണ് ഇതൊക്കെ കാരണം കുറച്ച് അതിൻ്റെ ഇടയിൽ അകൽമാരറിഞ്ഞപ്പോഴേക്കൊന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ റെലവെന്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറെ കിടന്നു ഓടിയ സാധനമാണല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കാനല്ല, അതിൽ അവൻ എടുത്തിട്ട് ഒരു പോയിന്റിനെ പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോ ഈ വീഡിയോ കൊണ്ട് വന്നേക്കുന്നത്. എനിക്ക് തോന്നിയ കേസ് പറയാനാണ്. അപ്പൊ തുടങ്ങാം. ഫേക്ക് ഫ്രീ പാലസ്തീൻ വീഡിയോസ് ഹാഷ്ടാഗ് ക്യാമ്പയിൻസ്. സീരിയസ്ലി ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. പാലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നതും പലസ്തീനെതിരെ സംസാരിക്കുന്നതും ആക്ച്വലി ഇറ്റ്സ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വന്നിട്ട് അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം മത തീവ്രവാദിയാവും. അതിന് പ്രതികൂലമായിട്ട് അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു മത അല്ലെങ്കിൽ അന്യമത തീവ്രവാദിയായിട്ട് മാറും. അതാണ് ഇപ്പൊ ഈ പാലസ്തീന്റെ ഇഷ്യൂസിൽ കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓപ്പൺ അപ്പ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധങ്ങൾ കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും വർഷങ്ങളായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവിടുത്തെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ യുദ്ധം കാരണം മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. അവിടുത്തെ കുട്ടികളൊക്കെ മറ്റേ ബോംബിന്റെ സൗണ്ട് കേട്ട് എണീച്ച് തൊട്ടിൽ കിടക്കുന്ന കുട്ടികളൊക്കെ എണീറ്റ് മരിക്കുന്ന സിറ്റുവേഷൻ വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നും ഇന്നലെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു, ഞാനൊരു 8-9 വയസ്സ് തൊട്ട് കേൾക്കുന്ന സാധനമാണ്. എനിക്കിപ്പോ 22 വയസ്സായി. 8-9 വയസ്സ് തൊട്ട് ഞാൻ കേൾക്കുന്ന സാധനമാണ് ഈ ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻസ് ഇഷ്യൂ. പാലസ്തീനിയൻ മക്കൾ നരകിക്കുന്നു, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഞാൻ എന്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കേട്ട് വളർന്നൊരു സാധനമാണ്. ഇത് വർഷങ്ങളായിട്ട് ഒരുപാട് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ വന്നു നിന്നിട്ട് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫ്രീ പാലസ്തീൻ, നിങ്ങൾക്കില്ലടാ 2 മക്കള്, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ച് ചപ്പു ചവറ് കോണാത്തിലെ പിണ്ണാക്ക് എന്നു പറഞ്ഞു ഇതേപോലെ വന്നു ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, ഒരു ഹാഷ്ടാഗ് ഉണ്ടാക്കി ക്യാമ്പയിൻ നടത്തി എന്ന് പറഞ്ഞു. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ട ക്യാമ്പയിൻ നടത്തി എന്ന് പറഞ്ഞ് പാലസ്തീനെ ഫ്രീ ആക്കാൻ പോകുന്നില്ല, അവിടെ യുദ്ധം നിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഈ പൊക്കിക്കൊണ്ട് വന്ന് പിടിച്ച് കൊണ്ടുവരുന്നതിന് ഒരേ ഒരു റീസൺ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഇങ്ങനെ പൊക്കിക്കൊണ്ടൊന്ന് സാധനം കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആളാവുക. അയ്യോ അവന് ആ കുട്ടികളെ അല്ലെങ്കിൽ ആ രാജ്യത്തിനെ പറ്റി ഭയങ്കര വേദന, അവൻ ഭയങ്കര നന്മ മരം, ഇങ്ങനെ ഒരു തോന്നൽ ആൾക്കാരിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക, റീച്ച് ഉണ്ടാക്കിയെടുക്കുക, അത് വിറ്റ് അവന്റെ പരിപാടി നടത്തുക. ഈ ഒരു പരിപാടിക്ക് വേണ്ടി തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അല്ലാതെ ആത്മാർത്ഥത കൂടി ആരും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആത്മാർത്ഥത കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ ഇങ്ങനെ സാധനം കൊണ്ടുവന്ന് ക്യാമ്പയിൻ ഇട്ടുണ്ടോ, വീഡിയോ ഇട്ടിരുന്നോ, കിടന്ന് മോങ്ങിയിട്ടോ, ചിലച്ചിട്ടോ, കൊട്ടിഘോഷിച്ചിട്ടോ, ആഘോഷിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ഈ കിടന്ന് അലച്ചെന്നും പറഞ്ഞ് പാലസ്തീൻ ഒരിക്കലും ഫ്രീ ആവാൻ പോകുന്നില്ല.
അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഈ ആത്മാർത്ഥത കൂടി കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതുവരെ സ്ക്രിപ്റ്റർ ഉണ്ടാക്കി അങ്ങ് മൂലയിലോട്ട് കയറാൻ പോയി. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഈ ടോപ്പിക്കിന് ഒരു പ്രശ്നമുണ്ട്. ഈ ടോപ്പിക് എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം മത തീവ്രവാദിയാവും, ഇതിനെ പ്രതികൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മത തീവ്രവാദിയാവും. ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വർഗീയത, ലഹള, ഈ സാധനങ്ങൾ പൊട്ടിമുളയ്ക്കും. അത് എത്രയൊക്കെ നമ്മൾ അതല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ നോക്കിയാലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ സാധനം, ഈ വർഗീയത അല്ലെങ്കിൽ ലഹള എന്ന് പറഞ്ഞ ഒരു പാത്തിലോട്ട് ഇത് വഴിതിരിഞ്ഞു പോകും. ഇത് വഴിതിരിഞ്ഞു പോകുന്ന സമയത്ത് ഇത് പിടിച്ച്, അതായത് ഈ ജാതി, മതം, വർഗീയത, ഈ സാധനം പിടിച്ച് കൺവേർട്ടാക്കി വോട്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണത്. കാരണം ഇലക്ഷൻ അടുത്ത് വരുവാണ്. അപ്പൊ അത് പിടിക്കാനായിട്ട് അവിടെ ആൾക്കാർ കാണും. രണ്ട് സൈഡിലും ആൾക്കാർ കാണും. ഒരു സൈഡിലും കാണും, ഈ ഒരു സൈഡിലും കാണും. ഇത് രണ്ടും കൂടെ പിടിച്ചിട്ട് ഇത് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് വോട്ടാക്കാൻ പറ്റും. ഈ വോട്ട് കൺവേർട്ട് ചെയ്ത് അവരുടെ വിജയമാക്കാൻ പറ്റും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ ആൾക്കാർ കാണും. അവരുടെ അനുകൂല പാർട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവരെ ജയിക്കാൻ വേണ്ടി ഇതിന് ഈ ഒരു സംഭവത്തിനെ ഇതാക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് ഇപ്പൊ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഈ ഒരു ടോപ്പിക്കിന് ഈ ഒരു മെയിൻ പ്രശ്നമുണ്ട്. അനുകൂലിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, പ്രതികൂലിച്ച് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ഇതേപോലെ വീഡിയോ ഇട്ടെന്നും പറഞ്ഞു, ക്യാമ്പയിൻ ഇട്ട് കിടന്ന് മോങ്ങിന്നോ അലകെ വിളിച്ചിരുന്നെന്നും പറഞ്ഞു, ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ കൊണ്ട് നടത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറയാൻ വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളെ. എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് പറയുകയാണ്. ഇതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അതിൽ സയന്റിഫിക്കലി അത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയപരമായി അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എനിക്ക് കമന്റ് ബോക്സിൽ തിരുത്തി തരിക. മറ്റേ കണ്ണാ കുണ്ണാ ഡയലോഗ് അടിച്ചുകൊണ്ട് വരല് തള്ളക്കും തന്തയ്ക്കും ഒക്കെ ഞാൻ കമന്റിൽ കിടന്ന് വിളിക്കും. മറ്റേ മത തീവ്രവാദി അല്ലെങ്കിൽ മറ്റേ മതം പൊക്കിക്കൊണ്ട് വന്ന് സംസാരിക്കാനായിട്ട് ഏതെങ്കിലും മറ്റേ മോന്മാര് വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പച്ച അവരെ വിളിക്കും. ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയാം, ഈ അതിലോട്ട് കേസില്ല. പക്ഷേ പറയുന്നതിൽ രാഷ്ട്രീയപരമായിട്ടോ പൊളിറ്റിക്കൽ പരമായിട്ടോ ഡെമോക്രാറ്റിക് പരമായിട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്താൻ ഞാൻ കേൾക്കും. തിരുത്തിക്കോ, കോണ അടിക്കരുത്. ഏതവനായാലും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏതവനായാലും വന്ന് അനുകൂലിച്ചും വന്നിൻ്റെ അടുത്ത് കോണ അടിക്കേണ്ട. എന്റെ വീഡിയോ ഒരു അനുകൂലിച്ചും വന്ന് കോണ അടിക്കേണ്ട, പ്രതികൂലിച്ചും വന്ന് കോണ അടിക്കേണ്ട. എനിക്ക് പറയാനുള്ള എവിടെയായാലും ഞാൻ പറയും, അത് വേറെ കേസ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടോപ്പിക്കിന്റെ കേസാണ്. അത് ഞാൻ പറഞ്ഞു തരിക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് കയറ്റി വിട്ടേക്കുന്ന കുറച്ച് ടീംസുകളുണ്ട്. മെമ്പർ ഓഫ് പാർലമെന്റ് അഥവാ MP എന്ന് പറയും. ഈ ടീംസ് രാജ്യസഭ, ലോക്സഭ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഈ പുള്ളിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പുള്ളിക്കാർക്ക് അവിടെ ഈ ഒരു അതായത് നമ്മൾ ജനങ്ങൾ അവരുടെ അടുത്ത് പറയണമെന്ന്, ഇതിനു വേണ്ടി ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. താല്പര്യമുള്ളവർ പറഞ്ഞാൽ അത്, താല്പര്യം ഇല്ലാത്തവർ പറയണ്ട. താല്പര്യമുള്ളവർ പറയുമ്പോൾ അവര് ആലോചിച്ചിട്ട് ഈ ഒരു സംഭവം നമ്മുടെ ലോക്സഭ, രാജ്യസഭ പോലുള്ള മീറ്റിങ്ങുകളിൽ അവിടെ ഇത് അവതരിപ്പിക്കും. ഇതവിടെ അവതരിപ്പിക്കുമ്പോൾ ഓരോ രാജ്യത്തിനും അവിടുത്തെ മറ്റേ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരായിരിക്കും ഈ UNO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. വേൾഡ് വാർ സെക്കൻഡിൽ ആ ടൈമിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തേക്കുന്നത്. എന്തിനാണ്? ഇനി ഇതേപോലൊരു ലോകമഹായുദ്ധം അല്ലെങ്കിൽ യുദ്ധങ്ങളെ തടുക്കാൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ സംസാരിച്ച് പരിഹരിച്ച് തീർക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ കൂടുതലും പോകുന്ന ആൾക്കാർ, അവിടുത്തെ UNO മീറ്റിംഗ്സിലൊക്കെ കൂടുതലും പങ്കെടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. IFS, ഇന്ത്യൻ IPS പോലെ IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അങ്ങനെ എന്തോ ആ സംതിങ് ആണ്. കാലത്ത് അത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണോ എന്ന് തോന്നുന്നു. അപ്പൊ അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഹെഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ UNO ഓർഗനൈസേഷൻസിന്റെ മീറ്റിംഗിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരായിരിക്കും ഇതിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ട ആൾക്കാരെടുത്ത് നമുക്ക് താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ഇതൊന്ന് രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ മീറ്റിംഗിൽ ഇതൊന്ന് അവതരിപ്പിക്കണം. ഫ്രീ പാലസ്തീൻ ഇത് ഒരുപാട് ഇതായി നമ്മൾ അവരുടെ മുൻകൈ കൈയെടുത്ത് നമ്മുടെ ആവശ്യം അവർ പറയുന്നു, അവർ പോയി ആ മീറ്റിംഗിൽ അവതരിപ്പിക്കുന്നു. അതിപ്പോ പാസ്സാവാതിരിക്കാം ഇവർ വെക്കുന്ന ഈ ഒരു ആശയം. ഇത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഈ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ UN എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെ അവതരിപ്പിക്കുകയാണ്. ഈ സാധനം ഇവരെ അവതരിപ്പിക്കുന്നതും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് നമുക്കത് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് മാത്രം കയറ്റിവിടാൻ പറ്റൂ. ഇത് തന്നെ ഭയങ്കര പ്രോസസ്സാണ്. നമ്മൾ പറയുന്ന MP പോയി അവിടെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ് അത് സാധിച്ചു തരുമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഈ നാട്ടുകാരൊക്കെ നന്നായി പോയേനെ. ഈ നാട് എന്നേ ഡെവലപ്ഡ് കൺട്രി ആയേനെ. ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടേ നിൽക്കുന്നുള്ളൂ ഇന്ത്യ. ഡെവലപ്ഡ് കൺട്രി ആയിട്ട് എന്നേ മാറിയേനെ ഈ സാധനം. അപ്പൊ ഈ IFSലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ UN അവിടെ വെച്ചു.
ഇതേപോലെ മറ്റു രാജ്യങ്ങളും പാലസ്തീൻ ഫ്രീ ആവണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും ഇതേപോലൊരു ആശയം അവിടെ ഉന്നയിച്ചു കഴിഞ്ഞ് എല്ലാരും കൂടി അതിന് ഒപ്പുവെച്ചാൽ, അല്ലെങ്കിൽ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇനി പാലസ്തീനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് യുദ്ധം ഉണ്ടാകും എന്നൊരു വാക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ തീരും യുദ്ധം എന്ന് പറഞ്ഞ സാധനം. കാരണം ശക്തമായ രാജ്യങ്ങൾ പാലസ്തീൻ എന്ന രാജ്യത്തിനെ അല്ലെങ്കിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇത് വെടിവെപ്പും മിസൈലേപ്പും എല്ലാം നിന്നോളും. നമ്മൾ ഈ കിടന്ന് ഇനി നിങ്ങൾ പറ അപ്പോ ഇനി നിങ്ങൾ പറ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ കിടന്ന് വിളിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല, ഭാഗ്യത പൊട്ടി മുളകത്തേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് ഇട്ടും വീഡിയോ ഇട്ടും കിടന്ന് അലച്ചിട്ട് കാര്യമില്ല. അതവിടെ നടപടിയാവുന്ന കേസല്ല. ദ അറ്റ്മോസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കേസ് ഞാൻ ഈ പറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മൾ പോയി പറഞ്ഞ് എം പിമാരിത് അവിടെ അവതരിപ്പിക്കണമെന്നുണ്ടോ? അവതരിപ്പിക്കുവോ? അവതരിപ്പിക്കത്തില്ല. അവരിനി അഥവാ നമ്മൾ പറഞ്ഞു വിടുന്ന എം പിമാരിത് അവതരിപ്പിച്ചു. എം പി എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം പോണവരല്ല, ഇന്ത്യ എന്നുള്ള ആൾക്കാരും ഉണ്ട്. വേറെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും കൂടെ പാർലമെന്റിൽ പോയി മീറ്റിംഗ് വിടണ. അവരിത് ഓക്കെ, മറ്റു സംസ്ഥാനക്കാരും പറഞ്ഞ് അവരും ഇത് അംഗീകരിച്ച് അവരെ ഒപ്പുവെച്ചു. ഈ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ UNOയിൽ പോയിട്ട് അവിടെ ഇരുന്ന് പറയുവാണ്. മറ്റു രാജ്യക്കാർ ഇത് സമ്മതിക്കണമെന്നുണ്ടോ? മറ്റു രാജ്യക്കാരും നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെടണം. പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് നേരെ ഇനി യുദ്ധം ഉണ്ടായാൽ നമ്മളുടെ ഭാഗത്ത്, അതായത് ഈ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു യുദ്ധം ഉണ്ടാകും അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് അവര് പറയാൻ തുനിയണം. പറയോ അവര് പറഞ്ഞു തന്നെ ഈ പ്രോബ്ലം അവിടെ തീർന്നു. അവര് പറയോ നമുക്ക് നമ്മുടെ രാജ്യത്തിൽ നിന്ന് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ, നമ്മുടെ രാജ്യം മാത്രം സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ്, അതായത് ഇന്ത്യ എന്നൊരു രാജ്യം മാത്രം സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ്, ഇന്ത്യ ഒരു ആവശ്യം ഉന്നയിച്ചെന്നും പറഞ്ഞ് UNO ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ഓർഗനൈസേഷൻ ഓഫ് ദി ഹോൾ നേഷൻസ് ഇൻ ദി വേൾഡ്, അതാണ് സാധനം. അപ്പൊ ഇതേപോലെ നമ്മൾ നമ്മുടെ രാജ്യത്തുനിന്ന് പറഞ്ഞു വിടുക, അതേപോലെ മറ്റു രാജ്യക്കാരും പറഞ്ഞു വിടണം. എന്നിട്ട് ഇത് അവിടെ വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് ഇത് അവര് തീരുമാനിച്ച് ഇനി പാലസ്തീനെതിരെ യുദ്ധം വേണ്ട, യുദ്ധം നിർത്തിക്കോ എന്നൊരു വിധി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം നടക്കൂല. വരും, പാലസ്തീൻ ഫ്രീ ആവും. ഇതാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം. ഇത് തന്നെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ടോപ്പ് ലെവലിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് UNOയിൽ പോയി കിടന്ന് വിളിച്ചു പോകാൻ പറ്റൂല. ആകെ പറ്റുന്നത് ഇതേപോലെ ക്യാമ്പയിൻ ഇടാനും വീഡിയോ ഇടാനേ പറ്റത്തുള്ളൂ. ഇട്ടോ കുഴപ്പമില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ, അതായത് ഓഡിയൻസ്, എന്നെയും നിങ്ങളെയും പോലുള്ള ഓഡിയൻസ് മനസ്സിലാക്കുക, ഇത് പൊക്കിക്കൊണ്ട് വരുന്നവരാരും ഇതിനെ ഭയങ്കര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല. റീച്ചിന് വേണ്ടി ഇടുന്നതാണ്. സിമ്പതി എമ്പതി എന്തെങ്കിലും പതികൾ ഇങ്ങനെ ആലോചിച്ച് അത് കിട്ടണം, അത് കിട്ടി ഫോളോവേഴ്സിനെ കൂട്ടണം, അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കണം, ആ റീച്ച് വെച്ചിട്ട് പ്രൊമോഷനും കാര്യങ്ങളും ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി വരുന്നതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണല്ല ഈ കാണുന്ന നാക്കി വന്നോ, അവൻ ഈ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് ഒരു കോപ്പ് ഉണ്ടാക്കിയിട്ട് അഖിൽമാരാവുന്ന കിടന്ന് വെല്ലും വിളിച്ച് അതിനെ പിന്നെ സ്ക്രിപ്റ്റഡ് ആക്കി PSG കയറാനും പോത്ത് തള്ളിക്കൊണ്ട് വന്ന് നോക്കാം ഈ ഒരു സംഭവങ്ങള്. അപ്പോ കാണുന്ന ഈ ഇതേപോലത്തെ സാധനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ആരും മറ്റേ ദിവ്യാനുകമ്പയും കാര്യങ്ങളും പൊക്കിക്കൊണ്ട് വരുന്നതല്ല. പൊക്കിക്കൊണ്ട് വരുന്ന അത് അത്ര ഇതായിട്ട് കാണിക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലിരുന്നോട്ടെ. അതല്ലേ അതിന്റെ ഏറ്റവും നല്ല കാര്യം. അതാണ് നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും. മനസ്സിലുള്ള ആൾക്കാർ ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി എനിക്ക് ആഗ്രഹമുണ്ട് യുദ്ധം തീർന്നു ആ രാജ്യം ഒന്ന് ഫ്രീ ആയിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് ഞാൻ കിടന്ന് വായിട്ട് അല്ലിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ തൊട്ട് എനിക്ക് 5 അക്കൗണ്ട് ഉണ്ട്. എന്റെ 5 അക്കൗണ്ടിൽ വന്ന് ഞാൻ കിടന്ന് അലറി വിളിച്ചിട്ട് ഫ്രീ പാലസ്തീൻ വിളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആവാൻ പോകുന്നു ഇല്ല. അപ്പൊ ഈ അങ്ങനെ വീഡിയോ ഇടുന്ന ആൾക്കാരുടെ ഓരോ പരിപാടികളിലും കാര്യത്തിലും നമ്മൾ കിടന്ന് ഭയങ്കരമായിട്ട് വിഷമം കൊണ്ട് അയ്യോ അവൻ ഭയങ്കര മറ്റവനാണ്, അവന്റെ കമന്റ് ബോക്സിൽ ആരെങ്കിലും വന്ന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കാൻ പോകല്, അവനെ സപ്പോർട്ട് ചെയ്ത് പറയല്, അല്ലെങ്കിൽ അവനെതിരെ പറയല്, ഇതെല്ലാം വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. 2 കൈ കൊട്ടിയാലേ അല്ലെങ്കിൽ മുട്ടിയാലേ സൗണ്ട് കേൾക്കൂ. ഒരു സൈഡിൽ നിന്ന് വർഗീയത തുടങ്ങിയാലേ മറ്റൊരു സൈഡിൽ നിന്ന് അത് പിടിച്ചത് വലുതാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ തുടങ്ങുന്നത് നമ്മൾ കാരണമാണ് തുടങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് തുടങ്ങാതിരിക്കുക.
അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് അത് പിടിക്കാതിരിക്കാൻ പറ്റും. നമ്മുടെ നാട്ടില് സമാധാനം, ഒരു പാലസ്തീൻ പോലെ നമ്മുടെ നാട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുജറാത്തിലേക്ക് ഇൻസിഡന്റുകൾ അറിയാലോ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കോപ്രായത്തരം കാണിച്ച് വേലത്തരം കാണിച്ച് വർഗീയത വിറ്റും അല്ലെങ്കിൽ സഹതാപവും മറ്റേ അനുകമ്പയും പിടിച്ചു പറ്റി കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഇടുന്ന നായ്ക്കള കണ്ട് വിശ്വസിക്കാതിരിക്കുക. അതിന്റെ പേരിൽ കിടന്ന കമന്റ് സെക്ഷനിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ഓഡിയൻസ് കിടന്ന അടി ഉണ്ടാക്കാതിരിക്കുക. ആ ഒരു ബോധം എനിക്ക് വന്നത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇത്ര ഉള്ളപ്പോ വീഡിയോ ഫ്രീ പാലസ്തീൻ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ചെയ്യണം എന്നുള്ളവർ ചെയ്തോ. നമ്മുടെ നാടിനെ കൂടെ കുടിച്ച് വാക്കാതിരിക്കുക. കാരണം ഈ ടോപ്പിക് അങ്ങനത്തെയാണ്. സംസാരിച്ച് തുടങ്ങിയാൽ വർഗീയവാദിയാവും. എങ്ങനെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും വർഗീയതയിലെ പോയി അത് നിൽക്കൂ. ഞാൻ പറഞ്ഞെന്താണ് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പാലസ്തീനിയൻ മക്കള് ചിരിക്കാതെ ലോകം അവസാനിക്കൂല ആ കമന്റും എനിക്ക് വേണ്ട. പാലസ്തീനിന് എതിരെ വന്നുള്ള കമന്റും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറഞ്ഞു. മതപരമായിട്ടുള്ള കമന്റുകൾക്കോ വർഗീയപരമായിട്ടുള്ള കമന്റുകൾക്ക് ഞാൻ ശക്തമായി റിപ്ലൈ തരുന്നതായിരിക്കും. അത് പരിഗണിച്ചിട്ട് വേണ്ട രീതിയിൽ വീഡിയോ ഇട്ട് തന്നെ ഞാൻ റിപ്ലൈ തരും. പേടിക്കണ്ട, കുഴപ്പമില്ല, തന്നിരിക്കും അത്. പക്ഷെ മതപരമായിട്ടുള്ള കമന്റുകൾ മുക്കി പിടിച്ചുകൊണ്ട് ആരും വരരുത്. എനിക്ക് നോക്കാൻ സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതേപോലൊരു പേജിലൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതിനകത്ത് ഇതേപോലെ പോയി പാലസ്തീനും കുഴപ്പമൊന്നും വരത്തുമില്ല. മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചുകൊണ്ട് വരത്തുമില്ല. എനിക്ക് താല്പര്യമില്ല. എന്റെ കണ്ടന്റുകൾ എന്തിനാണെന്നാലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഈ ചാനലിലും ആ പേജിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് താല്പര്യമുള്ളവർ, ഈ വീഡിയോ കൊണ്ട് താല്പര്യമുള്ളവർ അത് പോയി നോക്കിയിട്ട് അത് കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക് ഇതേപോലെ സംസാരിക്കാൻ ഇനിയിപ്പോൾ ഞാൻ ഉടനെ അടുത്തടുത്ത് കുറേ വീഡിയോസ് കൊണ്ടുവരും. ഇതേപോലെ റെലവെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇനി കൂടുതൽ. ഇനി കുറച്ച് ആള് ബ്രേക്കപ്പും കാര്യങ്ങളും ഡിപ്രഷനും ഒക്കെ ഇട്ട് അങ്ങോട്ട് അലക്കാൻ പോകും. അങ്ങനെ കേട്ട് ഇതേപോലത്തെ സംസാരങ്ങൾ കേട്ടിരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് സബ്സ്ക്രൈബും ഫോളോയൊക്കെ ചെയ്തിട്ട് പോയി. അപ്പോൾ എനിക്ക് ഈ ഒരു പലസ്തീൻ കേസിനെ കുറിച്ച്, ഇഷ്യൂസിനെ കുറിച്ച്, ഈ കുറച്ച് ഫേക്ക് ക്യാമ്പയിൻസും നാടകങ്ങളൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ന്യൂട്രലായിട്ട് ചിന്തിക്കുന്നവരെ എനിക്ക് മതി. എനിക്ക് ഒരു സൈഡ് പിടിച്ച് സംസാരിക്കുന്നതിന് മറ്റേ സൈഡ് പിടിച്ച് അതിന്റെ കൂടെ അടി ഉണ്ടാക്കാൻ നടക്കുന്നവരെ എനിക്ക് വേണ്ട. ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഇതിനെ ന്യൂട്രലായിട്ട് നോക്കി കാണുന്ന, പ്രത്യേകിച്ച് അഭിപ്രായങ്ങളില്ലാത്ത, യാതൊരുവിധ ഇൻഡ്യൂഷൻസും തലയിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. ബൈ.